ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുരുമുളകിട്ട് വരട്ടിയെടുത്ത ഒരു ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ഒരു 25ഓളം ചെറിയ ഉള്ളി 2 കഷ്ണങ്ങളാക്കിയതും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സവാള കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർക്കാം. പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പച്ചമുളക് ചേർക്കാൻ മറന്നുപോയത് കൊണ്ട് ഞാൻ കുക്കർ അടച്ചു വെക്കുന്നതിന് മുമ്പ് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടി ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വെച്ച് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും ബാക്കി മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി 4 വിസിൽ കൂടി അടിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് കുക്കർ അനക്കാതെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു 30 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. 1 പിടി കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കുക. അപ്പോഴേക്കും 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഈ വറവിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ബീഫ് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണത് കുറച്ച് വറ്റിച്ചെടുക്കാമെന്ന് പറഞ്ഞത്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറാട്ടയുടെയോ പത്തിരിയുടെയോ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഏതൊരു മെയിൻ ഡിഷിൻ്റെ കൂടെയും നന്നായി കോമ്പിനേഷനായി പോകുന്ന ഒരു വിഭവമാണിത്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാനിത് പൊറോട്ടയുടെ കൂടെയാണ് വിളമ്പിയത്. എൻ്റെ മക്കൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്യുക. ബൈ. അസ്സലാമു അലൈക്കും.